കഴിഞ്ഞ ദിവസം അവര് നിർത്തി. എല്ലാരും നിർത്തി, ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് സർവീസ് ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നല്ലേ. സെയ്ത്ത് കൊല്ലം ഭരിച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു പരുവായി. വലിയ വലിയ കച്ചവടക്കാര് പോലും സ്ട്രഗിൾ ചെയ്യുക. അവര് പോലും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുക. മൈജിയും ഇവരും എല്ലാം ഭയങ്കര സ്ട്രഗിളിങ്ങിലാ. ഇവരെല്ലാം എനിക്ക് അറിയാവുന്നല്ലേ. അപ്പം അവരതാ എപ്പോഴും ഓഫർ ഇടുന്നത്. കാരണം 365 ദിവസം ഓഫർ ഇട്ടിരിക്കുക. അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ വരണമെന്നാണ്. ഇവര് തമ്മിൽ മത്സരിച്ച് പരസ്യം ചെയ്ത് പണ്ട് LGയും BPLും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കിയ പോലെ ഓൺലൈൻ സെയിലായി. അതോടുകൂടി ഈ വലിയ കടകളിലൊന്നും പോകാനൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ മുഴുവൻ വിദേശത്തായപ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് വീടുകളിൽ എത്തും സാധനം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പൊ ആമസോണിലൊക്കെ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് അഡ്രസ് അടിച്ച് ഇവിടെ വരത്തില്ലേ? അപ്പൊ കടയിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു ഇതിലേക്ക് മാറ്റം നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതുപോലെ ലോകത്തിന്റെ മാറ്റം, കാലത്തിന്റെ മാറ്റമല്ലേ. ഇനിയിപ്പോ കടയിൽ പോയി വണ്ടി പാർക്ക് ചെയ്ത് അവിടെ പോയി TV കണ്ട് നോക്കി മേടിക്കുന്ന പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. വളരെ കുറവാണ്. ഇപ്പൊ ഇവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻഷൻ പറ്റിയ ഒരു 50-60 വയസ്സിന് മേളിലുള്ള കിളവന്മാര് മാത്രമേ TV മേടിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ വരുന്നുള്ളൂ. കാരണം ഒരു 20 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള മുഴുവൻ ആൾക്കാരും വിദേശത്താണ്. ഒറ്റ മലയാളി ഇവിടെ ഇല്ല. വഴി മുഴുവൻ വിജനം. വഴിയിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല. മറ്റേ ഈ കാനഡ പോലെയായി കേരളം. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായി, ആൾക്കാരെല്ലാം പോയി. ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ വരുമ്പോഴേ ഏത് വഴിക്ക് പോയാലും വലിയ തിരക്കുമില്ല. അത് എറണാകുളമൊക്കെ പോകണം. മറ്റേന്ന് പറഞ്ഞാൽ അതായത് ഇപ്പൊ ഇവിടെയുള്ള ലൂക്കിന്റെ ഒരു ബൈക്കും മേടിച്ച് ഇതിലെ ഇങ്ങനെ പറന്നു പോവാണ്. ബൈക്ക് കണ്ട അന്നേരം നമ്മൾ വണ്ടി മാട്ടൊക്കെ എത്തിക്കണോ, അല്ലെ അവൻ ഇടിച്ച് നമ്മളെ മുമ്പിൽ ചാവും, കാൽമത്തിയും. നമ്മൾ അതിന്റെ പുറകെ നടക്കണ്ട. പിന്നെ ഇതാണ് ഡെയിലി ഒരു 5-6 എണ്ണം ചത്തോണ്ടിരിക്കുക ഡെയിലി. ഇങ്ങനെ നടക്കുക. എന്തൊരവസ്ഥയാണെന്നറിയാം. ബൈക്ക് അതൊന്നാമത് അതിന് വെയിറ്റ് ഇല്ല വണ്ടിക്ക്. അതൊരു 150 കിലോമീറ്റർ സ്പീഡിൽ പോവുകയും ചെയ്യും. അങ്ങോട്ട് പോയിട്ട് എങ്ങോട്ടെങ്കിലും കയറി. കാരണം കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ചെറിയ ബോധം ഉണ്ടായിരുന്നു. MDMA മറ്റേ സാധനങ്ങൾ അടിക്കാൻ തുടങ്ങിയ പിന്നെ ബോധവേ ഇല്ല. അല്ല, കാനഡയിൽ കഞ്ചാവ് നിയമാനുസൃതമായിട്ട് ഉപയോഗിക്കാവുന്ന രാജ്യമല്ലേ? ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ വെള്ളക്കാരും അങ്ങനെയൊക്കെ ഉള്ളവര് ഈ MDMA അങ്ങനത്തെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നവന്മാരുണ്ട്. ചില ഏരിയയിലാണ്. നമ്മുടെ ഇവിടെ കേരളത്തില് ഭയങ്കരമായിട്ട് അതിന്റെ ഒരു വലിയ പിടിയിലായിപ്പോ നിൽക്കുന്നത്. അത് ഈ നോർത്ത് ഇന്ത്യക്കാരും വന്നിട്ട് വേറെ നാട്ടിൽ നിന്നൊക്കെ വന്നവരെ രക്ഷപ്പെടാൻ വേണ്ടി വരുന്നത്.